നമസ്കാരം, ഞാൻ ഡോക്ടർ ശാലിനി തിരുവനന്തപുരത്ത് SUT ഹോസ്പിറ്റലിൽ കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റായി ജോലി ചെയ്യുന്നു. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മഴക്കാലത്തുണ്ടാകുന്ന ചർമ്മ പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ്. നമുക്ക് ഈർപ്പം തങ്ങി നിൽക്കുന്നത് കൊണ്ട് തൊലിയുടെ സ്വാഭാവികമായ കെട്ടുറപ്പ് നഷ്ടപ്പെടുകയും പുറത്തുനിന്നുള്ള ഒരു അണുബാധ ഉണ്ടാകാൻ ഈ സമയത്ത് കൂടുതൽ സാധ്യതയുണ്ട്. അപ്പം എന്തൊക്കെയാണ് അങ്ങനെ വരുന്ന അണുബാധകൾ? പ്രധാനമായിട്ടും ഫംഗൽ ഇൻഫെക്ഷൻ തന്നെയാണ്. പിന്നെ വരുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. പിന്നെ പകർച്ചവ്യാധികൾ, നമ്മൾ മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്കും അടുത്തടുത്ത് ഇരിക്കാനും അല്ലെങ്കിൽ നമുക്ക് തുണിയൊക്കെ വൃത്തിയായിട്ട് കഴുകി ഉണക്കി വരാനുള്ള അസൗകര്യം കൊണ്ടും നമുക്ക് ഒരാൾക്ക് ഒരു അസുഖം ഉണ്ടെങ്കിൽ മറ്റൊരാളിലേക്ക് പകർന്നു പിടിക്കാനുള്ള സാധ്യത ഈ സമയത്ത് കൂടുതലാണ്. അപ്പം ഇങ്ങനെ വരുന്ന അസുഖങ്ങളാണ് മഴക്കാലത്ത് തൊലിയെ കൂടുതലായിട്ടും ബാധിക്കുന്നത്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ നേരത്തെ പറഞ്ഞ പോലെ ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. അപ്പം സാധാരണ നമുക്ക് കാൻഡിഡ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ഫംഗസും അല്ലെങ്കിൽ ഡെർമറ്റോഫൈറ്റോസിസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ഫംഗസുമാണ് ഈ സമയത്ത് കൂടുതലായിട്ട് നമ്മളിൽ അണുബാധ ഉണ്ടാക്കുന്നത്. ശരീരത്തിൽ ഈർപ്പം തങ്ങി നിൽക്കുന്ന നമ്മുടെ വിരലിന്റെ ഇടകൾ അല്ലെങ്കിൽ മടക്കുകൾ, പ്രത്യേകിച്ച് കക്ഷം, തൊടയുടെ ഇടുക്ക്, ബ്രസ്റ്റിന്റെ അടിവശം എന്നീ ഭാഗങ്ങളിലാണ് സാധാരണ ഈർപ്പം തങ്ങി നിന്നിട്ട് അവിടെ പൂപ്പൽ ബാധ ഉണ്ടാകും. ഇത് കാൻഡിഡ എന്ന് പറയുന്ന കുടുംബത്തിൽപ്പെട്ട ഫംഗസ് ആണ് ഉണ്ടാക്കുന്നത് എങ്കിൽ നമുക്ക് തൊലി അഴുകിയതുപോലെ ഇരിക്കും. ഇതിന് ചുറ്റും ചെറിയ മുഖക്കുരുക്കൾ അല്ലെങ്കിൽ പഴുത്ത കുരുക്കൾ പോലെയുള്ള കുരുക്കളും പ്രത്യക്ഷപ്പെടാം. വിരലിന്റെ ഇടയിൽ വരികയാണെങ്കിൽ നമ്മൾ സാധാരണ അതിനെ പുഴുക്കടിയെന്നോ വളങ്കടിയെന്നോ എന്നാണ് പറയുന്നത്. ഇത് വിരലിടകൾ അഴുകിയിട്ട് അതിന് ചുറ്റും ചൊറിച്ചിലോട് കൂടിയോ ചുവന്ന കുരുക്കളായിട്ടോ പ്രത്യക്ഷപ്പെടാം. ഇനി വരുന്നത് ഡെർമറ്റോഫൈറ്റോസിസ് എന്ന് പറയുന്ന ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. അതും ഇതേ പറഞ്ഞ ഭാഗങ്ങളിൽ തന്നെ വരാം. അപ്പോൾ കൂടുതലും കാലൊക്കെ മഴക്കാലത്ത് നനയുന്നതിന് കാലിലൊക്കെ വരാനാണ് സാധ്യത കൂടുതൽ. ഇത് നമ്മൾ ടീനിയ പീഡിസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ശരീരഭാഗങ്ങളിൽ വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞ് ഈർപ്പം തങ്ങി നിൽക്കുന്ന ഭാഗങ്ങളിലോ അല്ലെങ്കിൽ ശരീരത്തിന്റെ മറ്റേത് ഭാഗങ്ങളിലോ ഇത് പ്രത്യക്ഷപ്പെടാം. അപ്പം വരുമ്പോഴത്തേക്കും ചുവന്ന നിറത്തിൽ ചൊറിച്ചിലോടുകൂടി പൊരിച്ചിലോ ഉള്ള വട്ടങ്ങളായിട്ടായിരിക്കും പ്രത്യക്ഷപ്പെടുന്നത്. ഇത് അതുകൊണ്ട് തന്നെയാണ് ഇതിനെ നമ്മൾ വട്ടച്ചൊറി എന്നും പറയും. ഇത് 2-3 വട്ടം ഒരുമിച്ച് കൂടി ഒരു പോളിസൈക്ലിക് അല്ലെങ്കിൽ വളഞ്ഞ ബോർഡറോട് കൂടിയ ചുവന്ന ചൊറിച്ചിലോട് കൂടിയ റാഷസ് ആയിട്ടാണ് ഇത് സാധാരണ കണ്ടുവരുന്നത്. ശരീരത്തിന്റെ ഏത് ഭാഗത്തും വരാം. അപ്പം ഭാഗം അനുസരിച്ചിട്ടാണ് ഇതിന്റെ നാമധേയങ്ങൾ വരുന്നത്. അതായത് ഇപ്പൊ കയ്യിൽ വരികയാണെങ്കിൽ ടീനിയ മാനം എന്നോ, ദേഹത്ത് വരികയാണെങ്കിൽ ടീനിയ കോർപ്പോറസ് എന്നോ, തൊടയുടെ ഇക്കിലാണ് വരുന്നെങ്കിൽ ടീനിയ ഫ്രൂറിസ് എന്നോ എന്നാണ് നമ്മളിതിനെ പറയുന്നത്. അപ്പം ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശരീരം ഇപ്പം മഴ നനയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ഉടുപ്പ് മാറ്റുക, നല്ല വെള്ളത്തിൽ കുളിക്കുക, നനഞ്ഞ ടവൽ കൊണ്ട് ഒപ്പുക, മൃദുവായിട്ടുള്ള മോയ്സ്ചറൈസിങ് ലോഷൻ ഇടുക, പിന്നെ മടക്കുകളിലെല്ലാം പൗഡർ ഇടുന്നത് നല്ലതാണ്. അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങളാണ് ഈ സമയത്ത് ധരിക്കേണ്ടത്. ഇനി വരുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആണ്. ഇത് നമുക്ക് രോമക്കുത്ത് പഴുത്തതായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇംപെറ്റിഗോ എന്ന് പറയുന്ന കണ്ടീഷനായിട്ടോ പ്രത്യക്ഷപ്പെടാം. അപ്പം ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് 2 നേരം കുളിക്കുക, മോയ്സ്ചറൈസിങ് ലോഷൻ ഇടുക, പിന്നെ എന്തെങ്കിലും ചൊറിച്ചിലോ കുരുക്കളോ കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിച്ചിട്ട് വേണ്ട മരുന്ന് കഴിക്കേണ്ടതാണ്. സ്കേബീസ് എന്ന് പറയുന്ന അസുഖമാണ് നമുക്ക് കൂടെ ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് താമസിക്കുമ്പോൾ പെട്ടെന്ന് പടർന്നു വരുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പം ഇതിന്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ചൊറിച്ചിലുണ്ടാകാം, കുരുക്കളായിട്ട് വരാം. കൂടുതലും സന്ധ്യാസമയങ്ങളിൽ അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്ന സമയത്തായിരിക്കും കൂടുതലായിട്ട് ചൊറിയുന്നുണ്ടാകുന്നത്. നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ ഈ രോഗലക്ഷണമുള്ള അല്ലെങ്കിൽ കൂടെ താമസിക്കുന്ന എല്ലാവരും ഒരുമിച്ച് ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി വരുന്നത് നമുക്ക് കൊറിനി ബാക്ടീരിയം എന്ന് പറയുന്ന ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന പിറ്റഡ് കെരാറ്റോലൈസിസ് എന്ന കണ്ടീഷനാണ്. ഇത് നമുക്ക് കാലിലും കയ്യിലുമൊക്കെ അരിപ്പ പോലെയുള്ള കുഴികളോട് കൂടിയ അടയാളമായിട്ട് പ്രത്യക്ഷപ്പെടാം. അപ്പോൾ ഇതിന് ടോപ്പിക്കൽ ആന്റിബയോട്ടിക് ക്രീംസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നന്ദി, നമസ്കാരം.